വടക്കൻ ഇസ്രയേലിൽ ബസ് സ്റ്റോപ്പിൽ കാത്തുനിന്ന ആളുകളുടെ ഇടയിലേക്ക് കാർ ഇടിച്ചുകയറ്റി ഭീകര ആക്രമണം. പലസ്തീൻ പൗരനായ ജാമിൽ സയൂദാണ് ആക്രമണം നടത്തിയത്. ആക്രമണത്തിൽ 13 പേർക്ക് പരിക്കേറ്റു. ഒരാളുടെ നില ഗുരുതരമാണ്. വടക്കൻ ഇസ്രായേലിലെ പർദേസ് ഹന്ന നഗരത്തിന് പുറത്തുള്ള കാർക്കൂർ ജംഗ്ഷനിലാണ് ഭീകരാക്രമണം നടന്നത്. ബസ് സ്റ്റോപ്പിൽ കാത്തുനിന്ന ആളുകളുടെ ഇടയിലേക്ക് 53-കാരനായ ജാമിൽ സയൂദ് തന്റെ കാറ് ഓടിച്ചു കയറ്റുകയായിരുന്നു. ഭീകരാക്രമണത്തിൽ 13 പേർക്ക് പരിക്കേറ്റു. ഒരാൾ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ ചികിത്സയിലാണെന്ന് അധികൃതർ അറിയിച്ചു. ബസ് സ്റ്റോപ്പിൽ കാത്തുനിന്ന സാധാരണക്കാരെ അക്രമി മനഃപൂർവ്വം ലക്ഷ്യം വെച്ചതാണെന്ന് ഇസ്രായേൽ പോലീസ് പറഞ്ഞു. ആക്രമണത്തിനു ശേഷം ഇയാൾ കാറുമായി മുന്നോട്ടു പോയെങ്കിലും പോലീസ് ഇയാളെ പിന്തുടരുകയും അക്രമിയുടെ കാർ പെട്രോളിംഗ് വാഹനവുമായി കൂട്ടിയിടിക്കുകയും ചെയ്തു. കാറിൽ നിന്നിറങ്ങിയ ഇയാൾ പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിക്കാൻ ശ്രമിക്കുന്നതിനിടെ വെടിയേറ്റ് കൊല്ലപ്പെട്ടെന്നും ആക്രമണം ഭീകരാക്രമണമായി അന്വേഷിക്കുകയാണെന്നും പോലീസ് മേധാവി പറഞ്ഞു. വെസ്റ്റ് ബാങ്കിലെ ജനീൻ പ്രദേശത്തു നിന്നുള്ള പലസ്തീൻ വംശജനാണ് ജാമിൽ സയൂദെന്നും അറബ് വംശജിയായ ഇസ്രായേലി ഭാര്യയോടൊപ്പം ഇസ്രായേലിൽ അനധികൃതമായി താമസിച്ചുവരികയായിരുന്നെന്നും പോലീസ് സ്ഥിരീകരിച്ചു. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഇതുവരെ ആരും ഏറ്റെടുത്തിട്ടില്ല. എന്നാൽ ഹമാസ് ഭീകര സംഘടന ആക്രമണത്തെ അഭിനന്ദിച്ച് രംഗത്തെത്തിയിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക് ഷിക്കീന ന്യൂസ്.